ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കോടികൾ കണ്ടെത്തിയ സംഭവത്തിലാണ് സുപ്രീം കോടതി 3 അംഗ ജഡ്ജിമാരുടെ സമിതി നിയമിച്ചത്. ഇത്തരത്തിലൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്ന് ജഗദീപ് ധൻഖർ വ്യക്തമാക്കി. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത്? പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നും രാജ്യസഭാ ചെയർമാൻ ചോദിക്കുന്നു. Investigation is not the domain of judiciary. Is the committee under Constitution of India? No. Is this committee of 3 judges having any sanction under any law emanating from parliament? No. ഒരു മാസമായി അന്വേഷണം നടക്കുന്നു. ഈ കമ്മിറ്റിക്ക് എന്ത് നിയമസാധുതയാണുള്ളത്? ഈ സമിതിയുടെ റിപ്പോർട്ട് നിയമപരമല്ല. ജഡ്ജിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണെന്നും ജഗദീപ് ധൻഖർ ചൂണ്ടിക്കാട്ടി. മാർച്ച് 14-നും 15-നും ഇടയിലുള്ള രാത്രിയിൽ നടന്ന സംഭവം പുറത്തറിഞ്ഞത് 7 ദിവസത്തിന് ശേഷം. ഒളിപ്പിച്ചു വെക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവരണം. അതേസമയം നിയമസഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ച നടപടിയെയും അദ്ദേഹം വിമർശിച്ചു. ജഡ്ജിമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ജുഡീഷ്യറിയുടെ അനുമതി വേണമെന്നത് ഭരണഘടനയിൽ ഒരിടത്തുമില്ലാത്ത നിർവചനമാണെന്നും ധൻഖർ പറഞ്ഞു. But if it is judges, their category, FIR cannot be statewide registered. It has to be approved by the concerned in judiciary. But that is not given in the Constitution. രാജ്യസഭ ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.